സോ നെക്സ്റ്റ് പേജ്. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരുന്ന് കരയുകയാണ്. തർബൂജ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ അവർ തർബൂജ വേണോ എന്നല്ലെങ്കിൽ മെലൺ വേണോ എന്ന് ചോദിക്കുന്നില്ല ആരുടെടുത്തും. അവരവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. पड़ोस की दुकान के तख्तों पर बैठे या बाजार में खड़े लोग घृणा से उसी स्त्री के संबंध में बात कर रहे थे. उस स्त्री का रोना देखकर मन में एक व्यथा सी उठी, पर उसके रोने का कारण जानने का उपाय क्या था? फुटपाथ पर उसके समीप बैठ सकने में मेरी पोशाक ही व्यवधान बन खड़ी हो गई. അപ്പോൾ ലേഖകൻ കാണുന്ന കാഴ്ചയാണ് പറഞ്ഞത്. അപ്പോൾ ലേഖകൻ ചിന്തിക്കുകയാണ്, ലേഖകൻ പറയുകയാണ്, പഡോസ് കി ദുക്കാനോ കെ തക്തോം പർ, വലിയ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും കടകളുണ്ട്. അപ്പോൾ അവരിയ്ക്കുന്നതിന് തൊട്ടടുത്തുള്ള, പഡോസ് എന്ന് പറഞ്ഞാൽ നൈബറാണ് അല്ലേ. പഡോസ് കി ദുക്കാനോ കെ തക്തോം പർ, തക്ത് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമാണ്. മറ്റുള്ള കടകളിലെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാർ, ബൈഠേയ ബാസാർ മേ ഖഡേ ലോഗ്, അവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരും മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരും, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അവരൊക്കെയും തന്നെ ഘൃണാസേ ഉസി സ്ത്രീക്കെ സംബന്ധ മേ ബാത്ത് കർ രഹേ ഥേ, അവരെല്ലാവരും വെറുപ്പോടെയാണ്, ഘൃണ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. ഓക്കെ, വെറുപ്പോടെയാണ് ഈ സ്ത്രീയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സ്ത്രീയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, उस स्त्री का रोना देखकर मन में एक व्यथा सी उठी. അപ്പോൾ ഈ ലേഖകന് ഈ സ്ത്രീയുടെ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സിലൊരു വ്യഥ, ദുഃഖം അല്ലേ, സങ്കടം ഉണ്ടായി, അവരോട് സഹതാപം ഉണ്ടായി. पर उसके रोने का कारण जानने का उपाय क्या था? പക്ഷേ അവർ കരയുന്നതിനുള്ള കാരണം എങ്ങനെയാണ് അറിയുക? എന്താണ് കാരണം? അതെങ്ങനെ അറിയും? അവരുടെ അടുത്ത് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആവേശം അല്ലേ, അദ്ദേഹം സമൂഹത്തിൽ ഉന്നതനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയും നിമ്ന ജാതിയിലുള്ള അല്ലെ നീചക്കിടയിലുള്ള ഒരു സ്ത്രീ, അവിടെ കേവലം മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ വിൽക്കാൻ വന്ന ആ സ്ത്രീയുടെ അടുത്ത് പോയി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഷെയിമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഓക്കെ, സോ അദ്ദേഹം പറയാണ്, पर उनके रोने का कारण जानने का उपाय क्या था? അയാൾക്ക് അറിയണമെന്നുണ്ട് കരയുന്നത് എന്തിനാണെന്ന്, അദ്ദേഹത്തിന് അറിയണമെന്നുണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ച് അല്ലേ. പക്ഷേ അത് കരയുന്നത് എന്തിനാണെന്ന് എങ്ങനെ അന്വേഷിക്കും, എങ്ങനെ പോയി ചോദിക്കും? അത് അദ്ദേഹത്തിന് സമൂഹത്തിൽ മടിയുണ്ടാക്കി. ഫുട്പാത്ത് पर उसके समीप बैठ सकने में मेरी पोशाक ही व्यवधान बन खड़ी हो गई. ഇതാണ് അദ്ദേഹം ഫസ്റ്റ് പേജ് പറഞ്ഞത്. ഈ വേഷം എന്ന് പറയുന്നത്, നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാന്യത പകരുന്ന ഒന്നാണ് അല്ലേ. വലിയവൻ ചെറിയവൻ എന്നുള്ള വേർതിരിവ് നമ്മുടെ ഡ്രസ്സിലൂടെയാണ് കാണുന്നത്. അപ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ലേഖകന് ഈ പാവപ്പെട്ട സ്ത്രീയുടെ അടുത്ത് പോയിരുന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മടിയുണ്ടായി. അത് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരം തന്നെയായിരുന്നു. വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരുടെ അല്ലെങ്കിൽ ഉന്നത കുലജാതിയിൽപ്പെട്ട ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരുടെ ആയിട്ട് അധികം ഇടപഴകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേഖകൻ പറയാണ്, എൻ്റെ വേഷം ആ സ്ത്രീയുടെ അടുത്ത് പോയിരിക്കാൻ എന്നെ അനുവദിച്ചില്ല അല്ലേ. കൈസേ പൂച്ചും ഓർ കൈസേ സമീപ് ജാക്കർ ബൈഠൂം എന്നാണ് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. एक आदमी ने घृणा से एक तरफ धूंघते हुए कहा. ഓക്കെ, ആ സമയത്താണ് അവിടെ ഇരുന്ന ഒരാൾ, ഒരു മനുഷ്യനെ, एक आदमी के एक മനുഷ്യ एक ആദ്മീനെ ഘൃണാസേ, ഘൃണ എന്ന് പറഞ്ഞാൽ എന്താ മക്കളോട് മിസ് പറഞ്ഞു അല്ലേ, വെറുപ്പോടുകൂടെ അല്ലേ. ഘൃണാസേ ഏക് തരഫ് ഥൂക്തേ ഹുയേ കഹ, അവരെ നോക്കിക്കൊണ്ട് നീട്ടി തുപ്പാണ് ചെയ്യുന്ന അയാൾ അല്ലേ, ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് പോലെ. ഥൂക്കന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിറ്റിംഗ് ആണ്. ഓക്കെ, സ്പിറ്റ്. ഥൂക്തേ ഹുയേ കഹ, അയാൾ തുപ്പിക്കൊണ്ട് പറയാണ്, ക്യാ ജമാന ഹേ, എന്തൊരു കാലമാണ് അല്ലേ, എന്തൊരു കാലഘട്ടമാണ്. ജമാന അല്ലേ. जवान लड़के को मरे पूरा दिन नहीं बीता और वो यह बेहया दुकान लगा के बैठी है. ഒരു ചെറുപ്പക്കാരനായ മകൻ മരണപ്പെട്ടിട്ട് ഒരു ദിവസം പോലും, പൂരാ ദിൻ നഹി ബീത്ത, ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. വോ ബെഹയ, ആ സ്ത്രീ വെറുതെ ദുക്കാൻ ലഗാക്കെ ബൈട്ടി ഹേ, ഇവിടെ വന്ന് കട തുറന്നിരിക്കുകയാണ്,
അല്ലെ, സാധനങ്ങൾ വിൽക്കാൻ വന്നിരിക്കുകയാണ് എന്ന് ഒരാൾ മറ്റേയാളോട് സംസാരിക്കാം. അപ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അവർ ആ കാരണം ചിന്തിക്കില്ല, കാരണം അന്വേഷിക്കില്ല, അവർക്ക് എന്തു പറ്റി, അല്ലെങ്കിൽ അവരെന്തിനാണ് കരയുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചിന്തിക്കില്ല, അല്ലേ. ജസ്റ്റ് കുറ്റം പറയുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ മകൻ മരണപ്പെട്ടു പോയി. സോ അവർ പറയാണ്, മകൻ മരണപ്പെട്ട് ഒരു ദിവസം കഴിയുന്നതിന് മുന്നേ ഇവർ കച്ചവടം നടത്താൻ വേണ്ടി മാർക്കറ്റിൽ വന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവരെ നോക്കി കാറി തുപ്പുകയാണ് ചെയ്യുന്നത് ഒരാൾ. അപ്പോൾ മറ്റേ ആൾ ദൂസരേ സാഹബ് അപ്പനി ദാഢി കുഞ്ചാത്തെ ഹുയെ ഏക് കഹ് രഹേ തെ. അടുത്തിരിക്കുന്ന ആൾ അയാളുടെ താടിയിലൂടെ ഒന്ന് വിരലോടിച്ചും കൊണ്ട് പറയാണ്, അരേ ജൈസി നിയത് ഹോത്തി ഹേ അല്ലാ ഭി വൈസി ഹി ബർക്കത്ത് ദേത്താ ഹെ. ജൈസി നിയത്, നിയത് മീൻസ് നീതി, നിയമം എന്ന് പറയും, അല്ലേ. നിയത് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എങ്ങനെയുള്ള കർമ്മമാണോ, അല്ലേ, കർമ്മത്തിനനുസരിച്ചാണ് ഭഗവാൻ എന്ത് കൊടുക്കുന്നത്, ആശീർവാദം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ജോലി ചീത്ത ജോലിയാണ്, അതുകൊണ്ടാണ് അവർക്ക് ചീത്ത കിട്ടുന്നത് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ജൈസി നിയത് ഹോത്തി ഹെ, അവരുടെ തലയിൽ വിധിച്ചിരിക്കുന്ന വിധി എന്താണോ, അല്ലാഭി വൈസിഹി ബർക്കത്ത് ദേത്താ ഹെ, അങ്ങനെയുള്ള അല്ലാഹു, അല്ലെ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അല്ലേ, ഭഗവാൻ, ഗോഡ്, ദൈവം, അവർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ശിക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശീർവാദമാണ് കൊടുക്കുന്നത് എന്ന് അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. सो सामने के फुटपाथ पर खड़े एक आदमी ने दिया सलाई की तीली से कान खुंचाते हुए कहा. അപ്പോൾ ആൾക്കാർ പലവിധം, അല്ലേ, സമൂഹത്തിൽ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പലരുടെയും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മനുഷ്യൻ അടുത്തിരിക്കുന്ന മറ്റൊരു കടയിലുള്ള, ഓക്കെ, സാമനേക്ക് ഫുട്പാത്ത് പർ, കടയിലല്ല ഫുട്പാത്തിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ എന്താ ചെയ്യുന്നത്, ആദ്മീനെ ദിയാസലായി കി തീലി, ദിയാസലായി എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സാണ്, ആ മാച്ച് ബോക്സിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, തീലി എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക്, അത് ചെവിയിലിങ്ങനെ കടത്തിയിട്ട് എന്താണ് നമ്മൾ ബഡ്സ് എടുക്കുന്നില്ലേ, അതേപോലെ ബഡ്സിനെ കൊണ്ട് ചെവിയിൽ കുത്തുന്നത് പോലെ, കാൻ ഖുഞ്ചാത്തെ ഹുയെ, ഖുഞ്ചാന എന്ന് പറഞ്ഞാൽ ആ ചെവിയിലിട്ട് ഇളക്കുക, എന്നിട്ട് പറയാണ്, കഹ അരേ ഇൻ ലോഗോ കോ കാ ക്യാ ഹേ. ഒന്നും പണിയില്ലാത്ത ആൾക്കാരാണ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അഭിപ്രായം പറയുകയും ചെയ്യുക, അല്ലേ. എന്നിട്ട് അയാൾ പറയാണ്, അരേ ഇൻ ലോഗോ കാ ക്യാ ഹേ, ഓ ഈ മനുഷ്യന്മാർക്ക് എന്താണ്, യേ കമീനെ ലോഗ് റോട്ടി കെ ടുക്കടേ പർ ജാൻ ദേത്തേ ഹേ. യേ കമീനെ ലോഗ്, കമീന എന്ന് പറഞ്ഞാൽ ബസ്റ്റാർഡ് എന്നാണ്, തെറി വിളിക്കുകയാണ്. ഈ വൃത്തികെട്ടവളുമാർ എന്ന് പറയില്ലേ, അപ്പോൾ ഈ വൃത്തികെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, യേ കമീനെ ആദ്മി ലോഗ് റോട്ടി കെ ടുക്കടേ പർ, റൊട്ടി കഷ്ണത്തിന് വേണ്ടി ജാൻ ദേത്തെ, ജീവൻ കൊടുക്കാനും തയ്യാറാണ്. അവർക്ക് യാതൊരു ചിന്തയുമില്ല, ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതാണ് എന്ന് ആ സ്ത്രീയെ കളിയാക്കിക്കൊണ്ട് പറയാണ്. ഉൻകെ ലിയെ ബേട്ടാ ബേട്ടി ഖസം ലുഗായി ധർമ്മ ഈമാൻ സാബ് റോട്ടി കാ ടുക്കടാ ഹേ. സി, ഉൻകെ ലിയെ ബേട്ടാ ബേട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം മക്കൾ, എന്തു മക്കൾ എന്നാണ് പറയുന്നത്, മക്കളൊന്നും മകളോ മകനോ ഒന്നും വലിയ കാര്യമൊന്നുമല്ല, മകൻ മരിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അഭിപ്രായം പറയുന്നത്. ബേട്ടാ ബേട്ടി, പിന്നെ ഖസം ലുഗായി, ഖസം ലുഗായി എന്ന് പറഞ്ഞാൽ എന്താ, സ്വെയർ വേർഡ്സ് എന്ന് പറയും, അല്ലേ, ബാഡ് വേർഡ്സ്. പിന്നെയോ ഖസം ലുഗായി ധർമ്മ ഈമാൻ, ധർമ്മ ഈമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജാതിയോ അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യത്വമോ ഒന്നും തന്നെയില്ല. സാബ് റോട്ടി കാ ടുക്കടാ ഹേ, എല്ലാം വെറും റൊട്ടി കഷ്ണം മാത്രമാണ്, അല്ലേ. അവരുടെ ആചാരങ്ങളും മര്യാദകളും ഒന്നുമില്ല അവർക്ക് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പർച്ചൂൻ കി ദുക്കാൻ പർ ബൈഠേ ലാലാജീനെ കഹ, അടുത്തിരിക്കുന്ന പർച്ചൂൻ എന്ന് പറഞ്ഞ സ്റ്റേഷനറി കടയാണ്. परचून की दुकान पर बैठे लाला जी ने कहा, अरे भाई उनके लिए मरे जिए का कोई मतलब न हो. अलियो सहोदरा, उनके लिए मरे जिए का कोई मतलब न हो. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിക്കുന്നതും മരിക്കുന്നതും അങ്ങനെയൊന്നും ഒരു ബന്ധവും ഇല്ല, അവർക്ക് മരണവും ജനനത്തിനെ പറ്റിയൊന്നും അവർ ചിന്തിക്കുന്നില്ല. पर दूसरे के धर्म ईमान का तो ख्याल करना चाहिए. പക്ഷേ അവർ സ്വയം ചിന്തിക്കുന്നില്ല, മറ്റുള്ളവരെ പറ്റിയൊന്ന് ചിന്തിക്കണ്ടേ, അല്ലേ. ദൂസരേക്ക് ധർമ്മീമ, മറ്റുള്ളവർക്ക് എന്താ ആചാര മര്യാദകളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കണ്ടേ എന്നാണ് പറയുന്നത്.
ജവാൻ ബേട്ടെ കെ മർനെ പർ 13 ദിൻ കാ സൂതക് ഹോത്താ ഹെ. എന്താണ് സമൂഹത്തിൻ്റെ ധർമ്മം, നീതി എന്ന് പറയുന്നത്? ഒരു യുവാവായ മകൻ മരിച്ചു കഴിഞ്ഞാൽ 13 ദിൻ കാ സൂതക് ഹോത്താ ഹെ, 13 ദിവസത്തെ സൂതക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂതക് എന്ന് പറയുന്നത് നമ്മൾ ബലിയിടുക എന്ന് പറയും മലയാളത്തിൽ. ആ 13 ദിവസത്തെ ബലിയിടലുണ്ട്. അപ്പോൾ और वो यहाँ सड़क पर बाजार में आकर खरबूजे बेचने बैठ गई है. അതൊന്നും ചെയ്യാതെ സ്വന്തം മകൻ മരിച്ചിട്ട് ഈ സ്ത്രീ വന്ന് മാർക്കറ്റിലിരുന്ന് കച്ചവടം നടത്തുകയാണ് അല്ലേ എന്ന് കുറ്റപ്പെടുത്തുക. 1000 ആദ്മി ആത്തെ ജാത്തെ ഹെ, ആയിരക്കണക്കിന് ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കൊയ് ക്യാ ജാൻതാ ഹെ കി ഇസ്കെ ഘർ മേ സൂതക് ഹെ. അപ്പോൾ ആ കാലങ്ങളിൽ നിന്നല്ല, മരിച്ച വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങൂല 10-12 ദിവസത്തേക്ക് അല്ലേ. അപ്പോൾ ആ മരണ വീട്ടിലുള്ളവർക്ക് എന്താ ബാലായ്മ എന്ന് പറയും, തൊട്ടുകൂടായ്മ എന്ന് പറയും, അങ്ങനെയുണ്ട്, അയിത്തമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കില്ല. അപ്പോൾ അതാണ് ആ സമൂഹത്തിലെ ആചാരം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീ വന്ന് ഈ മാർക്കറ്റിൽ സാധനം വിൽക്കാൻ വേണ്ടി വന്നിരുന്നാൽ വാങ്ങിക്കുന്നവരറിയുന്നില്ലല്ലോ ഇവരുടെ വീട്ടിൽ മരണം നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർ ചെയ്യുന്നത് വലിയ അപരാധമല്ലേ എന്നാണ് ഇവർ പറയുന്നത്. കൊയ് ഇസ്കെ ഖർബൂജെ ഖാലേ തോ ഉസ്കാ ഈമാൻ ധർമ്മ കൈസേ രഹേഗ. അപ്പോൾ ഈ മരിച്ച വീട്ടിലെ സ്ത്രീ ഇങ്ങനെ ഖർബൂജെ അല്ലേ, ഈ മെലൺ വിറ്റാൽ അത് വാങ്ങിക്കുന്ന ആൾക്കാരുടെ എന്താ ഈമാൻ ധർമ്മ കൈസേ രഹേഗ, അവരുടെ ആചാരങ്ങളും മര്യാദകളും ഒക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ? അവരുടെ മനുഷ്യത്വം, അവരുടെ ധർമ്മം ഒക്കെ നശിക്കില്ലേ എന്നാണ് പറയുന്നത്. ക്യാ അന്ധേർ ഹേ, ക്യാ അന്ധേർ ഹേ, എന്തൊരു അന്യായമാണ്. അന്ധേർ, അന്യായം. ഓക്കെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇയാൾ മറ്റേ ആദ്യം പറഞ്ഞ ആൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഓക്കെ. सो पास पड़ोस की दुकानों से पूछने पर पता लगा उनका 23 बरस का जवान लड़का था. घर में उसकी बहू और पोता पोती है. लड़का शहर के पास 1.5 बीघा भर ज़मीन में कचियारी करके परिवार का निर्वाह करता था. खरबूजों की डालियाँ बाज़ार में पहुँचाकर कभी लड़का स्वयं सौदे के पास बैठ जाता, कभी माँ बैठ जाती. എന്താ സംഭവിച്ചത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള കാരണങ്ങൾ അറിയാൻ വേണ്ടി ലേഖകന് വളരെയധികം ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം തൊട്ടടുത്തുള്ള കടകളിലൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി, ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി. മറ്റുള്ളവർ പറയുന്ന കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു പക്ഷേ ആ സ്ത്രീക്കും എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉണ്ടാവാം അല്ലേ. അതുകൊണ്ട് അവരുടെ ശരിയായ കാരണങ്ങൾ, ദുഃഖത്തിൻ്റെ കാരണങ്ങൾ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം അടുത്ത കടകളിലൊക്കെ അന്വേഷിച്ചത്. സോ പാസ് പടോസ് കി ദുക്കാനോ സെ, അന്യ കടകളിൽ നിന്നുമുള്ള അവിടെയൊക്കെ ചോദിച്ചപ്പോൾ പൂച്ച്നെ പർ പതാലക, അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ വിവരം കിട്ടി അല്ലേ. ഉസ്കാ 23 ബരസ് കാ ജവാൻ ലടുക്ക. 23 എത്രയാണ് മക്കളെ? 33 അല്ലേ. 23 ബരസ് കാ ജവാൻ ലടുക്ക, യുവാവായ മകൻ, അവരുടെ 33 വയസ്സുള്ള യുവാവായ മകൻ ഉണ്ടായിരുന്നു. ഘർ മേ ഉസ്കി ബഹു ഓർ പോത്ത പോത്തി ഹെ, വീട്ടിൽ അവൻ്റെ ഭാര്യയും, ഈ സ്ത്രീയുടെ മകനും മകൻ്റെ ഭാര്യയും അവരുടെ കുട്ടികളും, പോത്ത പോത്തി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചിൽഡ്രൻ ആണ്. ഓക്കെ, ഉണ്ടായിരുന്നു. ലടുക്ക ഷഹർ കെ പാസ് 1.5 बीघा ज़मीन भर ज़मीन में कचियारी करके परिवार का निर्वाह करता था. ഈ മകനാണ് ആ കുടുംബം നോക്കിയിരുന്നത്. എങ്ങനെ? ലടുക്ക ഷഹർ കെ പാസ്, പട്ടണത്തിനടുത്തായിട്ട് 1.5 बीघा ഭർ ज़मीन, 1.5 बीघा എന്ന് പറഞ്ഞാൽ 1.5 സ്ക്വയർ മീറ്റർ ഏരിയയിൽ വരുന്ന ഒരു കൃഷിസ്ഥലം. ഓക്കെ, ആ കൃഷിസ്ഥലത്ത് അവൻ കൃഷി ചെയ്യുകയാണ്. കച്ചിയാരി കർക്കെ, കച്ചിയാരി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ കൃഷിയാണ്. ഓക്കെ, വെജിറ്റബിൾ ഫാമിംഗ്. कचहरी करके परिवार का निर्वाह करता. परिवार का निर्वाह करना मीन्स परिवार का पालन पोषण करना, लुकिंग आफ्टर हिज फैमिली अല്ലേ. सो खरबूजों की डालियाँ बाज़ार में पहुँचा कर कभी लड़का स्वयं सौदे के पास बैठ जाता, कभी माँ बैठ जाती. അങ്ങനെ അതിരാവിലെ ഈ തർക്കാരി ഈ വെജിറ്റബിൾ ഒക്കെ പറിച്ച് വലിയ കുട്ടയിലാക്കി അയാൾ സ്വയം ചുമന്ന് കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഫുട്പാത്തിലിരുന്ന് വിൽക്കും.
ചിലപ്പോൾ അയാളിരിക്കും, ചിലപ്പോൾ അയാളുടെ അമ്മ ഇരിക്കും. അങ്ങനെയായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ഓക്കെ.